ഉണ്ടാവാൻ പാടില്ല. എൻ്റെ കുട്ടിക്ക് നീതി കിട്ടണം. ഇതിൽ പിന്നിൽ ആളുകളുണ്ട്, അതായത് രക്ഷിതാക്കളായ ആളുകളുണ്ട്. പ്രേരണ കുറ്റാണല്ലോ. അതായത് സാധനമൊക്കെ കഞ്ചകം കയ്യിൽ വെച്ച് ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ഒരു പ്രതീക്ഷ ഉണ്ട് നമുക്ക് നീതി. ഷഹബാസിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ആ പൊന്നുമകനെ സ്വന്തം സഹപാഠികളിൽ നിന്ന് ക്രൂരമർദ്ദനമേറ്റ് മരണപ്പെടേണ്ടി വന്ന ആ ഒരു അവസ്ഥ. ശരിക്കും ഇന്ന് അവന്റെ ഉപ്പായും ഉമ്മായും മുഖ്യമന്ത്രിയെ കാണാൻ പോയിരുന്നു. ഇത്രയും നാളും അവർ കാത്തിരുന്നത് പോലെ ഒരു നീതി ഷഹബാസിന് കിട്ടുന്നില്ല. അത് നേരിട്ട് മുഖ്യമന്ത്രി അറിയിക്കുകയും അതിനുശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് കാണാനിടയായത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചൊന്ന് പിടഞ്ഞു പോകും. അദ്ദേഹം പറയുന്നുണ്ട് തന്റെ കുഞ്ഞിന്റെ മരണത്തിന്റെ കാരണക്കാരൻ ആ ക്രിമിനലുകളുടെ ചില രക്ഷിതാക്കളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അവർക്കെതിരെയും കേസ് എടുക്കണം. ശരിക്കും പറഞ്ഞാൽ അവസാനമായിട്ടുള്ള ഒരു പ്രതീക്ഷ തന്റെ മകന്റെ നീതിക്ക് വേണ്ടിയിട്ട് ആ പോരാട്ടത്തില് ഇത്രയും നാളും കാത്തിരുന്നിട്ട് പോലും ഒരു നീതിയും കിട്ടാതെ വന്നപ്പോൾ, അതായത് തന്റെ കൺമുന്നിൽ നിന്ന് തന്നെയാണ് ഈ കൊലയാളികളുടെ വീട്ടുകാരും അവരൊക്കെ ഇങ്ങനെ കളിച്ചും ചിരിച്ചും നടക്കുമ്പോൾ ഉള്ളു നിറഞ്ഞ് വേദനിക്കുന്നതും ആ ഒരു പാവം ഉപ്പ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് അവർ പോയതും. വെറും 5 മിനിറ്റ് സമയമാണ് അവർക്ക് അനുവദിച്ചതും. ആ ഉമ്മയുടെ അവസ്ഥയൊന്ന് നമ്മളൊന്ന് കണ്ടു നോക്കാൻ തന്നെ അറിയാം. വളരെ മാനസികമായിട്ട് മകന്റെ മരണത്തിൽ ആകെ തളർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ശരിക്കും ഈ ഒരു പത്രസമ്മേളനത്തിൽ കൂടി പോലും ഷഹബാസിന്റെ ഉമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ ഒന്നും അവർക്ക് പറയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ ആ ഒരു പത്രസമ്മേളനത്തിന് മുന്നിൽ നിന്ന് കരയുക തന്നെയായിരുന്നു. അവർക്കൊരു വാക്കുപോലും മിണ്ടാനാകുന്നില്ല. പാലുകൂടി മാറാത്ത ഒരു കുഞ്ഞു കുട്ടി കൂടി അവർക്കുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ പാല് പോലും കൊടുക്കാനാവാത്ത ഒരു മാനസികമായിട്ട് തന്നെയാണ് അവർ തകർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി കണ്ട് ഈ ഒരു ഉപ്പ പറഞ്ഞത് ആ ഒരു മകനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ കുട്ടികളുടെ കയ്യിൽ നെഞ്ചൊക്കെ കൊടുത്തയച്ചതിൽ ആ രക്ഷിതാക്കൾക്ക് പങ്കുണ്ട്. അപ്പം അതിനെതിരെ തന്നെ കേസ് എടുക്കണം, അല്ലെങ്കിൽ അതിനൊരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഇവിടെ ഉപ്പ സംസാരിച്ചതും. പക്ഷേ ഇപ്പോഴത്തെ ആ പോലീസ് അന്വേഷണം പറയുന്നത് ഇത്തരത്തിൽ ആ ഒരു കേസിലെ ആ രക്ഷിതാക്കൾക്ക് പങ്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ കേസ് അന്വേഷണം നടക്കുന്നത് തന്നെ. നമുക്കറിയാലോ ആ കുട്ടികൾ പരീക്ഷ എഴുതിയത് എങ്ങനെയാണെന്നുള്ള പോലീസ് സംരക്ഷണത്തിലൂടെ തന്നെയാണ് ആ കുട്ടികൾ എക്സാം എഴുതിയതും. ശരിക്കും ആ കുട്ടികൾക്ക് എക്സാം എഴുതിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഉപ്പ ഹൈക്കോടതി സമീപിച്ചിട്ട് പോലും ആ ഉപ്പയ്ക്ക് നീതി കിട്ടിയിരുന്നില്ല. അന്ന് നമ്മൾ കണ്ടത് എന്താണ്, ഈ ഒരു നിയമം തന്നെ ആ കുട്ടികളുടെ പരീക്ഷ എഴുതുന്നതിന് അനുകൂലമായി തന്നെയാണ് നിന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ എക്സാം എഴുതി, അതും പോലീസ് സംരക്ഷണത്തോടു കൂടി തന്നെ എക്സാം എഴുതുകയുണ്ടായി. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ രക്ഷിതാക്കൾക്ക് പങ്കുണ്ട് എന്ന് പറയുന്നത് പോലും ശരിക്കും പറഞ്ഞാൽ അവർക്കെതിരെ തെളിവുകളില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എല്ലാം ചേർത്ത് തന്നെയാണ് ഈ ഒരു ഉപ്പായുമായി മുഖ്യമന്ത്രിയെ കണ്ട് തങ്ങളുടെ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞതും. 2 പിള്ളേരുടെ രക്ഷിതാക്കൾക്ക് ഇതില് പങ്കുണ്ട്. അവരുടെ പേരൻസ് മറ്റുള്ള ആളുകൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ സാന്നിധ്യമുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത്. എന്നെ ഫോൺ കോൾ ചെയ്ത വ്യക്തിയാണ് ഈ അജ്നാസിൻ്റെ ഉപ്പ. അതുകൊണ്ട് അതുവരെ എന്താ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫുൾ തെളിവ്. ഈ നെഞ്ചക്ക് എന്ന് പറഞ്ഞ സാധനം അവൻ്റെ വീട്ടിൽ നിന്നാണ് പിടിച്ചെടുത്തത്. അപ്പോൾ കുട്ടികളെ ഈ ഇത്രയും അതായത് എന്താ പറയുക, ഈ കൊല ചെയ്യാനുള്ള എല്ലാ ആഹ്വാനവും സപ്പോർട്ടും ഓരോ ഭാഗത്തു നിന്നാണ് ഉണ്ടായെന്നാണ് എനിക്ക്. നമുക്ക് കാണാൻ സൗകര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് നമ്മൾ നന്ദി പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യം നിവേദനം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി മുഖ്യമന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ ഉൾപ്പെട്ട ആളുകളെ നമ്മൾ അതായത് നീതിക്ക് അതായത് അവരെയും കൂടി ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ നിവേദനത്തിൽ കൊടുത്തത് അതാണ്. ഇതിൽ പിന്നിൽ ആളുകളുണ്ട്, അതായത് രക്ഷിതാക്കളായ ആളുകളുണ്ട്. പ്രേരണ കുറ്റാണല്ലോ. അതായത് സാധനമൊക്കെ കഞ്ചകം കയ്യിൽ വെച്ച് ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ഒരു പ്രതീക്ഷ ഉണ്ട് നമുക്ക് നീതി കിട്ടും എന്നുള്ളത്. അത് നമ്മൾ ഗവൺമെന്റിലും അതായത് നീതിപീഠത്തിലും കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹം എന്താ സംസാരിക്കാൻ കുറഞ്ഞ ടൈമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റൊക്കെ കിട്ടുമെന്നുള്ള ഒരു കണ്ടീഷനിൽ കാണാൻ പറ്റുമെന്നുള്ളതിന് ഉറപ്പൊന്നും ഇല്ലായിരുന്നു. മൂപ്പര് നീതി നമ്മൾ ഉറപ്പാക്കും. നമ്മൾ പറയുന്ന മാനസികാവസ്ഥയിലൊന്നും അല്ല. വളരെയേറെ അവളെ വിഷമം അവൾ പറയുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ എത്തിയിട്ട് പറയാൻ പറ്റാത്ത സ്റ്റേജിലാണ് മകൻ്റെ കരച്ചിലും എല്ലാം കൂടിയായിട്ട്. എന്നാലും നമുക്ക് ഇപ്പോൾ ഒരു പൂർണ്ണ ഒരു വിശ്വാസത്തിലാണ്. കഴിഞ്ഞാൽ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു പറഞ്ഞു. ഇതുവരെ ഉള്ളത് തൃപ്തികരമാണ്. പക്ഷേ ഈ കുട്ടികളായതിൻ്റെ പേരിലുള്ളൊരു നിയമ ഇതുണ്ടല്ലോ,
അതിൽ ഇപ്പം രക്ഷിതാക്കൾ ഒന്ന് രണ്ട് പേരും കൂടി ഇതിൽ മെയിൻ കുറ്റക്കാർ തന്നെയാണ്. ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് കൂടിയുള്ള ഈ ശിക്ഷ ഇതിൽ വാങ്ങിക്കൊടുക്കണം. ഈ കൊട്ടേഷനിൽപ്പെട്ട ആളുകളാണ്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സറും എല്ലാ അഭ്യാസം പഠിച്ച കുട്ടികളാണ് 7ാം ക്ലാസ് മുതൽ. അത് ഇതിൻ്റെ മുന്നേ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നീതിപീഠത്തിൻ്റെ മുന്നിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ്, നമുക്ക് നീതി കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. 3 കുട്ടികളുടെ പിതാക്കളുണ്ട്. അതെ, 3 കുട്ടികൾ, 2 കുട്ടികൾ തീർച്ചയായിട്ടും അവരെ ഉൾപ്പെട്ടിട്ടുണ്ട്. പല ആളുകളും നമ്മൾ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും അതാ പറയുന്നത്. അവരെ എന്തായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് കോടതിയോടും അത് നീതിപീഠത്തിനും പറയാനുള്ളത്. അതുപോലെ ഈ കുട്ടികളെ പരീക്ഷ എഴുതിക്കാൻ പാടില്ല അത് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് നമുക്ക് കോടതി ഉത്തരവ് പ്രകാരം അത് ഗവൺമെൻറ് നടപ്പാക്കാനേ പറ്റുള്ളൂ. അത് നമ്മൾ പറയുന്നില്ല. എന്നാലും നമ്മളൊന്ന് കൊടുത്തു നോക്കി, പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായി കഴിഞ്ഞാലും വൈകാരികമായിട്ട് ഇത് സംഭവിച്ചു. ഇനി ഏതായാലും ഈ കുട്ടികൾക്ക് യഥാർത്ഥ ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് നമുക്ക് പറയാൻ. ഇതിൽ കറക്റ്റ് ഞാൻ അറിയാൻ കഴിഞ്ഞ 2 പിള്ളേരുടെ രക്ഷിതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട്. അവരുടെ പേരൻസ് മറ്റുള്ള ആളുകൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ സാന്നിധ്യമുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത്. എന്നെ ഫോൺ കോൾ ചെയ്ത വ്യക്തിയാണ് ഈ അജ്നാസിൻ്റെ ഉപ്പ. അതുകൊണ്ട് അതുവരെ എന്താ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫുൾ തെളിവ്. ഈ നെഞ്ചക്ക് എന്ന് പറഞ്ഞ സാധനം അവൻ്റെ വീട്ടിൽ നിന്നാണ് പിടിച്ചെടുത്തത്. അപ്പോൾ കുട്ടികളെ ഈ ഇത്രയും അതായത് എന്താ പറയുക, ഈ കൊല ചെയ്യാനുള്ള എല്ലാ ആഹ്വാനവും സപ്പോർട്ടും ഓരോ ഭാഗത്തു നിന്നാണ് ഉണ്ടായെന്നാണ് എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. ഇനി അവരെ പ്രതീക്ഷിക്കുക ചെയ്യുന്നു. അതെ, തീർച്ചയായിട്ടും ഒഴിവാക്കരുത്. വെച്ചാൽ കുട്ടികളുള്ള പ്രായത്തിലുള്ള ഇതല്ല അവർ ചെയ്തത്. അതായത് അവരെ ഫോൺ കോളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതാണല്ലോ, മീഡിയയ്ക്ക് മുന്നിൽ മൊത്തം പറഞ്ഞതാണ്. ഒരു യഥാർത്ഥത്തിൽ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മനസ്സിൽ നിന്ന് വന്ന ഒരു ഇതല്ല വോയിസ് കേട്ട സമയത്ത്. ആർക്കും അറിയാവുന്ന പല ആളുകളും പ്രതിഷേധിക്കണം, പ്രകടനം, അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നോട്ട് പോയിരുന്നുള്ള അഭിപ്രായങ്ങളൊക്കെയാണ്. പക്ഷേ ഗവൺമെന്റിൽ ഉറച്ച വിശ്വാസമുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു 10ാം ക്ലാസ്സിന്റെ എക്സാം കഴിഞ്ഞതും. അപ്പം സ്വാഭാവികമായിട്ടും പത്രക്കാരെല്ലാവരും ചേർന്ന് വന്നിട്ട് ഈ ഒരു സ്കൂളുകളിൽ വന്നിട്ട് അവസാന ദിവസത്തെ ഇന്റർവ്യൂ അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഷഹബാസിന്റെ സ്കൂളിലെ ഇന്റർവ്യൂ എടുക്കാൻ പോയിരുന്നു. പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു ഷഹബാസ്. അതായത് ടീച്ചർമാർ വരെ പറയുന്നുണ്ടായിരുന്നു അവന് മുഴുവനും A+ കിട്ടേണ്ട ഒരു കുട്ടി തന്നെയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം എക്സാം കഴിഞ്ഞതോടുകൂടി വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് ആ സ്കൂളിലെ കുട്ടികൾ എല്ലാവരും ഇറങ്ങിയത്. കാരണം ഷഹബാസും കൂടി എഴുതേണ്ട ഒരു എക്സാം ആയിരുന്നു, ഷഹബാസും തങ്ങളോടൊപ്പം ഉണ്ടാകേണ്ടതായിരുന്നു എന്നുള്ള ഒരു ചിന്ത ആ കുട്ടികളെ വല്ലാതെ വേദനിപ്പിച്ചു. ഷഹബാസിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വീട് എന്നുള്ള സ്വപ്നം. എന്തായാലും അതിന്റെ പിന്നാലെയുള്ള കാര്യങ്ങളും ആ സംഘടനകൾ ഏറ്റെടുക്കുന്നതൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. ആദ്യം ഈ ഉപ്പായും ഉമ്മായും ആ ഒരു വീട് വേണ്ട, അങ്ങനെ ഒരു വീട് വേണ്ട എന്നവർ വൈകാരികമായിട്ട് പറഞ്ഞിരുന്നുവെങ്കിലും അവസാന കാര്യങ്ങളുടെ ഗൗരവങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ ആ ഒരു ഉപ്പ അതിന് സമ്മതിക്കേണ്ടി വന്നു. നമുക്കറിയാലോ ഷഹബാസിന്റെ ആ ഒരു ഇൻസിഡന്റ് നടന്ന സമയത്ത് ഈ കുട്ടികൾ എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു. അതായത് ഒരു ട്യൂഷൻ സെന്ററിലെ ഒരു സെന്റ് ഓഫിൽ ഉണ്ടായ ഒരു കൂവലിൽ നിന്ന് തുടങ്ങിയ ഒരു വഴക്കാണ്. ആ ഒരു വഴക്കില് ശരിക്കും പറഞ്ഞാൽ ഷഹബാസ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഇതിന് പിന്നാലെ ഈ ഒരു ക്രൂരകൃത്യം ചെയ്ത ഈ ഒരു ടീം തന്നെ, ഈ കുട്ടികൾ ഇൻസ്റ്റാഗ്രാം വാട്സാപ്പിലൊക്കെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവനെ കൊല്ലണം, അവനെ ഇനി പുറത്തിറങ്ങരുത്, ഇനി അവനെ കൊന്നാൽ നമ്മളെ ഒന്നും ആരൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ചാറ്റും കാര്യങ്ങൾ വോയിസ് ഒക്കെ തന്നെയായിരുന്നു പുറത്തു വന്നിരുന്നത്. ശരിക്കും ഇവരെ നമ്മൾ കുട്ടികൾ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഒരു മുതിർന്നവരെക്കാളും ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു ചിന്താഗതിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ക്രിമിനലുകൾ ചിന്തിച്ചിരുന്നത്. ശരിക്കും ഇപ്പോഴത്തെ കുട്ടികൾ, നമ്മൾ 18 വയസ്സിന് താഴെ എന്ന് പറയുന്നത് തന്നെ കുട്ടികൾ എന്നുള്ള വിഭാഗത്തിലാണ് നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. പക്ഷേ ഈ ഒരു പ്രായം, ഈ ഒരു 10-16 വയസ്സായ ഒരു പ്രായം, നമുക്ക് എങ്ങനെയാണ് ഇവരെ കുട്ടികൾ അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതിയോട് പെരുമാറുന്ന ഈ ക്രിമിനലുകളെ എങ്ങനെ നമ്മൾ കുട്ടികൾ എന്നുള്ള കാറ്റഗറിയിൽ കൊണ്ടുവരും? ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത്രയും നീതി കിട്ടിയതും അല്ലെങ്കിൽ എക്സാം എഴുതാനുള്ള അവസരം കൊടുത്തതും പിന്നെ അവർക്കൊന്നും പറ്റില്ല എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായതും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിന് ഒരു തെറ്റായിട്ടുള്ള മെസ്സേജ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് എക്സാം എഴുതാൻ അനുവദിച്ചതിലൂടെ തന്നെയാണ് ആദ്യത്തെ ഒരു കുറ്റകൃത്യം നമ്മുടെ നിയമവ്യവസ്ഥ ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു കുറ്റകൃത്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഷഹബാസിന്റെ കൂടെ പഠിച്ച ഉറ്റ സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതായത് അവന്റെ വീട്ടിൽ വന്ന് അവനോടൊപ്പം കളിച്ചും ചിരിച്ചും ചെറുപ്രായത്തിലുണ്ടായിരുന്ന ഒരു ഉറ്റ സുഹൃത്ത് അവനും കൂടി ഒരു ക്രൂരകൃത്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് അറിയുമ്പോൾ എന്തുമാത്രം വേദനയായിരിക്കും അല്ലേ ആ ഒരു സമയത്ത് അവന് തോന്നുന്നുണ്ടാവുക. അതിനുശേഷം നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ മാപ്പ് പറച്ചിലും മറ്റു കാര്യം. ഇപ്പൊ എന്തായി സംഭവം? ഷഹബാസിന് പോലും എഴുതാൻ സാധിക്കാത്ത ആ ഒരു എക്സാം ഈ ഒരു ക്രിമിനലുകൾ വളരെ സുഖസുന്ദരമായിട്ട് തന്നെ ആ എക്സാമുകൾ എഴുതി.
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒന്നും ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഒരു കുട്ടി എക്സാം എഴുതാൻ വന്നത് മദ്യപിച്ചായിരുന്നു. പോരാഞ്ഞിട്ട് അവന്റെ ബാഗുകളിൽ മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നു, കൂടെ 10,000 രൂപ. അതായത് മുത്തശ്ശിയുടെ മോതിരം എങ്ങോണ്ട് കട്ടെടുത്ത് അത് വിറ്റ ആ പൈസയാണ് അവന്റെ കയ്യിലുണ്ടായിരുന്നത്. ഇവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് വെറും കുട്ടികളായിട്ട് കാണുന്നത് തന്നെ? ശരിക്കും ഇത്തരത്തിലുള്ളതാണ് ചിന്താഗതികൾ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകുന്നത്. ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഷഹബാസിന് നീതി കിട്ടുമോ ഇല്ലേ എന്നുള്ളത് വരുന്ന ടൈമിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. കാരണം ആ ഒരു പോക്ക് കാണുമ്പോൾ തന്നെ വല്ലാത്ത ഒരു വിഷമവും സങ്കടം തന്നെയാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങളും കമന്റ് ചെയ്യുക. ഷഹബാസിന് നീതി കിട്ടണം എന്ന് തന്നെയല്ലേ നമ്മുടെയൊക്കെ ഏവരുടെയും ആഗ്രഹവും. അതുപോലെ തന്നെ നമ്മൾ അതിനു വേണ്ടി തന്നെയല്ലേ പ്രാർത്ഥിക്കുന്നത്. ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. അത് മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കത്തുള്ളൂ.